ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കോമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ റൂൾ വെച്ച് ഈ ഒരു സമ്മ എങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നു. അപ്പം ഇഫ് റൂട്ട് ഓഫ് 3 + x പ്ലസ് ഇങ്ങനെ സം കൊടുത്തിരിക്കുന്നു. അപ്പം നമുക്ക് ഇത് എന് അസ്യൂം ചെയ്യാം, ഇത് നമുക്ക് ബിന്ന് അസ്യൂം ചെയ്യാം, പെട്ടെന്ന് ചെയ്തു പോകാനാണ്. അപ്പം a + b / a - b = 2. ഇതെനിക്ക് 2/1 എഴുതാം. എന്നിട്ട് കോമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു. പിന്നെ ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൈനസ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഏതൊരു കാര്യങ്ങൾ ഇവിടെ ചെയ്താലും വളത്തോട്ടും അങ്ങനെ ചെയ്യണം. അപ്പം a + b + a - b by a + b minus a - b that is equal to 2 + 1. ഇവിടെ കാരണം ഞാൻ ഇവിടെ അഡീഷൻ ആണ് ചെയ്തത്. അപ്പം 3 പിന്നെ 2 - 1 that is equal to 1. എന്നിട്ട് എയും 2a ആവും. പിന്നെ ഈ ബിയും വെട്ടിപ്പോകും. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു -a ഉണ്ട്. അപ്പം ഇതും വെട്ടിപ്പോകും. ഇവിടെ ഇരിക്കുന്ന -b +b ആയിട്ട് മാറും. സോ b + b = 2b that is equal to 3/1. ഈ 2 നമുക്ക് കളയാം. അപ്പം ഫൈനലി a/b = 3 എന്ന് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ √3 + x √3 - x = 3 ആണ്. എന്നിട്ടിപ്പം ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാൻ പോകുന്നു. അപ്പം സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് 3 + x / 3 - x = 9. എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടെ കോമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ യൂസ് ചെയ്യാൻ പോകുന്നു. സോ അങ്ങനെ കോമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ ഒരിക്കൽ കൂടെ ചെയ്യുമ്പോൾ അല്ല നിങ്ങൾക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. സോ അപ്പം ഞാൻ കോമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ ഒരിക്കൽ കൂടെ ചെയ്യുന്നു. അപ്പം ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ 1 കൊടുക്കാം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 6 ആയിരിക്കും, ഇവിടെ 2x ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/8. സോ ഇത് എനിക്ക് വെട്ടിപ്പോയ 5/4 ആണ്. ഇവിടെ വെട്ടിപ്പോയ 3. അപ്പം എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ബാക്കിയിരിക്കുന്ന നമ്പർ ഇങ്ങോട്ട് വരുമ്പോൾ x = 12/5 ആണ് എൻ്റെ ഉത്തരം. സോ x = 5 ഈസ് ദ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾക്ക് പെട്ടെന്ന് കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ വെച്ചിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും. അതുപോലത്തെ വേറെ ഒരു സമ്മ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. x സെയിം ക്വസ്റ്റ്യൻ, പക്ഷേ ഈ 2ൻ്റെ പകരം നമുക്ക് 3 കൊടുത്താൽ എങ്ങനെയായിരിക്കും ഉത്തരം എന്ന് ഒന്ന് നോക്കിയിട്ട് കമൻറ്റിൽ പറയാം. താങ്ക് യു.